ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്ക് രാവിലെ എഴുന്നേറ്റാൽ കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള 6 മോർണിംഗ് ഡ്രിങ്ക്സിനെ പറ്റിയാണ്. എത്ര ബിസി ആയിട്ടുള്ളവരാണെങ്കിലും രാവിലെ 1-2 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാക്കാൻ പറ്റുന്ന 6 ഹെൽത്തി ആയിട്ടുള്ള മോർണിംഗ് ഡ്രിങ്ക്സാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് ചിയാ സീഡ് ലെമൺ വാട്ടറാണ്. ഇതിനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കുടിക്കാനുള്ള പാകത്തിന് ചൂടായാൽ മതിയാവും. നമ്മൾ ചൂടാക്കിയ വെള്ളം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്ലൈസ് നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. ശരിക്കും 1 ഗ്ലാസ് വെള്ളത്തിന് അരമുറി നാരങ്ങ വരെ ചേർക്കാം. പക്ഷേ എനിക്ക് നാരങ്ങയുടെ പുളി വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ 1 സ്ലൈസേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് പിന്നെ ചേർക്കുന്നത് ചിയാ സീഡാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഹണിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ചിയാ സീഡിന് ഒരു സൂപ്പർ ഫുഡ് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഈ ലെമൺ ഹണി വാട്ടർ ഒരു ഫാറ്റ് ബേണിംഗ് എഫക്റ്റ് ഉള്ളൊരു മോർണിംഗ് ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ രാവിലെ കുടിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പിനെയൊക്കെ നീക്കം ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഈ ലെമൺ ഹണി വാട്ടർ രാവിലെ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചിയാ സീഡ് നല്ലൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നമ്മളിത് കുടിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ വിശക്കില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് രാവിലെയുള്ള ജോലികളൊക്കെ തീർക്കാൻ പറ്റും. രണ്ടാമത്തത് സാസി വാട്ടർ അല്ലെങ്കിൽ ഡീറ്റോക്സ് വാട്ടർ എന്ന് പറയും. ഇതിനായിട്ട് ഞാൻ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഹാഫ് ക്യൂക്കമ്പർ അരിഞ്ഞിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിന് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക എല്ലാവരും. ഇതിലേക്ക് 2 സ്ലൈസ് നാരങ്ങ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം രാവിലെ കുടിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാനിതിപ്പോൾ പുറത്ത് തന്നെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ചാടിയ വയറും പിന്നെ അമിത വണ്ണമൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ ഭയങ്കര എഫക്റ്റീവാണ്. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്, കാരണം ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ ബ്രഷ് ചെയ്തിട്ട് ഉടനെ കുടിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് സിന്നമൺ ജിഞ്ചർ ടീ ആണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ചെറിയ പീസ് കറുവാപ്പട്ട ചേർക്കുന്നുണ്ട്, സിന്നമൺ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുവാപ്പട്ടയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 1/4 ടീസ്പൂൺ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ ഗുണങ്ങളൊക്കെ കൂടുതൽ കിട്ടാൻ പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ അത് തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ മുഴുവനോടെ ചേർക്കുന്നത്. ഇതിലേക്ക് 1-2 ചെറിയ പീസ് ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 3-4 പുതിനയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട്. ശരിക്കും ഞാനിതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുള്ളതാണ്. PCOD PCOS ഡയറ്റിൽ ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പോൾ കുടിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജൊക്കെ അയച്ചായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. ഇത് ശരിക്കും നമ്മുടെ ബോഡിയുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാനൊക്കെ ഭയങ്കര നല്ലതാണ്. അതുപോലെ ഇറഗുലർ പീരീഡ്സൊക്കെ ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ്. പീരീഡ്സ് റെഗുലറായി കിട്ടാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇനി 4മതായിട്ട് കാണിക്കുന്നത് ജീരക വെള്ളമാണ്. നമ്മൾ സാധാരണ ജീരക വെള്ളം ഉണ്ടാക്കുന്നത് പോലെയല്ല, ഇതിന് വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ജീരകം, ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ക്യുമിൻ സീഡാണ്, ചെറിയ ജീരകം, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മൂടി വയ്ക്കാം. എന്നിട്ട് രാവിലെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ചൂടാക്കേണ്ട ആവശ്യമോ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദിവസവും രാവിലെ 1 ഗ്ലാസ് ജീരകവെള്ളം കുടിച്ചിട്ട് നമ്മൾ ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ അസിഡിറ്റി പ്രോബ്ലംസും അല്ലെങ്കിൽ ബ്ലോട്ടിങ്, ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉള്ളവർക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രമേഹം ഉള്ളവർക്ക് ജീരകവെള്ളം കുടിക്കുന്നത്, വെറും വയറ്റിൽ കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ആപ്പിൾ സിഡർ വിനീഗർ ഡ്രിങ്കാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും ആപ്പിൾ സിഡർ വിനീഗർ സെലക്ട് ചെയ്യുമ്പോൾ വിത്ത് ദ മദർ എന്ന് പറഞ്ഞിട്ട് ആ ബോട്ടിലിൽ എഴുതിയിട്ടുണ്ടാവും. അത് നോക്കി തന്നെ വാങ്ങിക്കണം. അപ്പോൾ അതിലാണ് കൂടുതൽ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത്.
അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിന് ഒരുപാട് ചൂടില്ല, എന്നാൽ തണുപ്പുമില്ല, നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമാണിത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരു സ്ട്രോ വെച്ചിട്ട് കുടിക്കണം. കാരണം ഇത് കുറച്ച് അസിഡിക് നേച്ചർ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ പല്ലിലെ ഇനാമലിന് അത് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രോ വെച്ചിട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അവസാനമായിട്ട് കാണിക്കുന്നത് ഗ്രീൻ ടീ ആണ്. അപ്പോൾ ഗ്രീൻ ടീ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ അരിപ്പയിൽ ഞാൻ ആവശ്യത്തിന് ഗ്രീൻ ടീയുടെ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു 10-15 സെക്കൻഡ് ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഗ്രീൻ ടീ റെഡിയായി കിട്ടും. അപ്പോൾ ഈ അരിപ്പ ആയതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടീയുടെ ബാഗ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ടും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഗ്രീൻ ടീയുടെ പൊടിയാണ്. ഹെൽത്തി ആയിട്ടുള്ള 6 മോർണിംഗ് ഡ്രിങ്ക്സും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.